അപ്പൊ നമുക്ക് സൗത്ത് കൊറിയയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഒരു സൈക്കിൾ റൈഡ് പോയാലോ? അപ്പോൾ സൗത്ത് കൊറിയയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള റൈഡിന്റെ വിശേഷമാണ് ഈ എപ്പിസോഡിൽ. നമുക്കപ്പോൾ സൗത്ത് കൊറിയയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഒരു റൈഡ് പോയാലോ? വാ പോകാം. ഗൈസ്, അങ്ങനെ സൗത്ത് കൊറിയയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള യാത്രയിലാണ്. അതിന്റെ ഏകദേശം പകുതിയോളെത്തി. വളരെ ചെലവ് കുറഞ്ഞൊരു യാത്രയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഞാൻ അധികം വീഡിയോ എടുക്കുന്നില്ല. ന്യൂയോർക്കിൽ എത്തിയിട്ട് തന്നെ ഞാൻ അവിടെ നിന്നുള്ള ബാക്കി വീഡിയോ ചെയ്യാം. ഓക്കെ. ഗായ്സ്, അപ്പൊ അങ്ങനെ നമ്മള് സൗത്ത് കൊറിയയിൽ നിന്ന് റൈഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ന്യൂയോർക്ക് സിറ്റിയിലെത്തി. അപ്പോൾ ചെറിയൊരു ലോങ് ഡ്രൈവും കൂടി ആവാതെ വിചാരിച്ചപ്പോൾ ടാക്സിക്ക് കൈ നീട്ടി. ടാക്സി അവിടെ തന്നെ എടുത്തത്. ആക്ച്വലി ഇത് സൗത്ത് കൊറിയയിലുള്ള ഒരു മെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയാണ്. അപ്പൊ ഇതാണ് ശരിക്കും ഒരു ന്യൂയോർക്ക് സിറ്റീനെ തോന്നിപ്പിക്കുന്ന പോലെ തന്നെ അതിന്റെ ഒരു ആംബിയൻസോട് കൂടി ഒരു ചെറിയൊരു ഷോപ്പിംഗ് മാള്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ഒരു കോഫിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ വന്നല്ലേ, അപ്പൊ ഒരു കോഫി കുടിച്ചിട്ട് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. പാടായിരുന്നല്ലേ എടുത്ത് സംസാരിക്കുന്നവരൊക്കെ. പണ്ടത്തെ അങ്ങനെ അമേരിക്കയിൽ മാത്രം ആദ്യമായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമായിരുന്നു ഇത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മൾ പാർക്ക് ചെയ്തിട്ടാകുമ്പോൾ പേ പാർക്കിങ്ങിന്റെ കോയിൻ ഉണ്ടല്ലോ, കോയിൻ ഇട്ട് ടിക്കറ്റ് എടുക്കുന്നത്, അതാണിത്. ഇതൊരു വിന്റേജ് ടൈപ്പ് പാർക്കിംഗ് മിഷനാണ് ഇത്. ശരിക്കും നമ്മൾ സൈക്കിൾ എടുത്ത് വന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. എന്നാലും ഞാനിവിടെ ഇരുന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതാ ഒരു ട്രക്കിനകത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പുറത്തിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പം ഈ ഒരു ക്ലൈമറ്റ് വൈസ് നോക്കുമ്പോൾ നല്ല തണുപ്പുമല്ല ചൂടുമല്ലാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് വന്ന സമയം എന്തായാലും നന്നായി. നമുക്ക് ഓർഡർ ചെയ്ത സാധനം നമുക്ക് പുറത്ത് വരുന്നത്. ഹായ്. Hi. What would you like to eat? I need one shake. You want some pizza? You want? Okay. Kulki sarbat? Okay, kulki sarbat. അവിടെ മലയാളിയാണല്ലേ? ഓക്കെ. എവിടെ നിന്ന് വരുന്നത് നിങ്ങള്? സൗത്ത് കൊറിയന്നോ? ഓ, സൗത്ത് കൊറിയയിൽ നിന്ന് സൈക്കിൾ ഓട്ടിട്ട് നിങ്ങള് ഇറങ്ങണ്ട. കല്ലൂരാവി ഇറങ്ങണ്ട. ഇത് സൈക്കിൾ ഓടിക്കുമ്പോൾ ഇടേണ്ട സാധനം തലക്കെട്ടില്ലേ? ഇത് ബസ് ഓടിക്കുമ്പോൾ ഇടേണ്ട അല്ല. ഇത് സേഫ്റ്റി അല്ലേ? സേഫ്റ്റിയാ. പഴയ കാലത്തെ ഇത് വരുന്നത് നമ്മുടെ പിയോൺടെക് തുറമുഖത്തിനടുത്തായിട്ടാണ് ഈ ന്യൂയോർക്ക് സിറ്റിയുടെ ടീം ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് അതിവിശാലമായ കൊറിയയിലെ ഏറ്റവും വലിയ ഒരു കഫേ, 5000 സ്ക്വയർ മീറ്ററിലധികമുള്ള ഈ കഫേ ഒരു മെയിൻ സ്ട്രീറ്റ് എന്നുള്ളത് വളരെ ജനപ്രിയ. അതുപോലെ തന്നെയാണ് ഒരു ട്രിക്കായ ആർട്ട് മ്യൂസിയം. അതുപോലെ തന്നെയായിരുന്നു ഇതും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിനാൽ ചില രസകരമായ ഫോട്ടോകൾക്കായി 3 നിലയും ഫോട്ടോ സോണുകളുണ്ട്. കൂടാതെ ഒരുപാട് ആൻറ്റിക് ഉപകരണങ്ങളും നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത പല പഴയ സാധനങ്ങളുടെ ഒരു അപൂർവ ശേഖരം കൂടി ഈ മെയിൻ സ്ട്രീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇതൊരു 3 നിലകളുള്ള ഒരു കഫേയാണ്. വൈവിധ്യമാർന്ന ഭക്ഷണം, അതായത് ബ്രൂക്ലിൻ ബർഗർ, ബാർബിക്യൂ, അതുപോലെ തന്നെ അടിപൊളി ഷെയ്ക്ക്, പിന്നെ കുറേ ഡെസേർട്ട്, ഇങ്ങനെയുള്ള ഒരു അമേരിക്കൻ ടേസ്റ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അതിനുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ പിന്നെ ബിഗ് ആപ്പിളിൻ്റെ തെരുവുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. രസകരമായ ഫോട്ടോ സോണുകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അടിപൊളി ഫോട്ടോകൾ എടുക്കാം. ഞാനും കുറേ ഫോട്ടോസ് എടുത്തിട്ടോ. ഫസ്റ്റ് ഫ്ലോർ എന്ന് ചെറിയൊരു പുറത്തേക്കുള്ള ഒരു എമർജൻസി എക്സിറ്റ് എന്നൊക്കെ പറയാം. അങ്ങ് കാണാൻ അടിപൊളിയാണ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് നമ്മളങ്ങനെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാണ്. പെയിന്റിങ്ങിന്റെ ഒരു മഹാവിസ്മയം തന്നെ. എങ്ങനെയുണ്ട് ന്യൂയോർക്ക് സിറ്റി? സൗത്ത് കൊറിയ ആണോ അടിപൊളിയാണോ ന്യൂയോർക്ക് സിറ്റി ആണോ? ഇവിടെ നല്ല കുറേ ഷ്രിംപ്, ബർഗർ, ബാർബിക്യൂ അടിപൊളിയാണ്.
തിരിച്ച് വീണ്ടും കൊറിയയിലോട്ട് പോവാണ്. ലൈറ്റൊക്കെ പോയി, ഏകദേശം സൺസെറ്റും കഴിഞ്ഞ്. അങ്ങനെ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് റൈഡ് ചെയ്ത് അങ്ങനെ റൂമിലേക്ക് എത്തി കഴിച്ചു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.